ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ ഇ.പി. ജയരാജൻ ഇന്നത്തെ കൊണ്ട് ഉദ്ദേശിച്ചത് ഈ അടുത്ത കാലത്ത് വിവാദമായിരിക്കുന്ന ഒരാളെന്ന നിലയിലാണ്. ഇതിനു മുമ്പും ഇ.പി. ജയരാജന്റെ വിഷയം വിവാദമായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകന്റെയും പേരിലുള്ള ഒരു ആയുർവേദിക് റിസോർട്ടോട് ബന്ധപ്പെട്ടാണ്. ഇപ്പോഴത്തെ മുൻ കേന്ദ്രമന്ത്രി ബി.ജെ.പിയുടെ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച നടന്നത് ഇ.പി. ജയരാജന്റെ മകന്റെ വീട്ടിൽ വെച്ചാണ്. മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന് പങ്കെടുക്കാൻ വന്ന ബി.ജെ.പിയുടെ ദേശീയ നേതാവും ദല്ലാൽ എന്നറിയപ്പെടുന്ന നന്ദകുമാറും ഒരുമിച്ചാണ് ഇ.പി. ജയരാജന്റെ വീട്ടിൽ ജയരാജന്റെ മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നത്. അവിടെ വെച്ചാണ് ജയരാജനുമായി സംസാരിക്കുന്നത്. അത് രാഷ്ട്രീയം സംസാരിച്ചില്ല, മറ്റെന്തോ ആണ്, അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണമായിരുന്നു എന്നാണ് ജയരാജൻ പറയുന്നത്. അത് അല്ല എന്നാണ് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ പറയുന്നത്. എന്തായാലും രണ്ട് രാഷ്ട്രീയ നേതാക്കൾ, അവർ ഒരേ പാർട്ടിയിൽപ്പെട്ടവരായാലും വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവരായാലും, അത് എവിടെ വെച്ച് തമ്മിൽ കാണുമ്പോഴും സംസാരിക്കുന്നത് കൂടുതലും രാഷ്ട്രീയപരമായ വിഷയങ്ങളായിരിക്കും. ഇവിടെ കുട്ടിയുടെ ജന്മദിനാഘോഷം നടത്തിയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ, അതായത് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ മകന്റെ കുട്ടിയുടേതാണ്. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ഒരു പിറന്നാൾ ആഘോഷം കമ്മ്യൂണിസ്റ്റുകാരന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പിറന്നാൾ ആഘോഷം നടന്നതായി കേട്ടറിവില്ല. അത് അങ്ങനെ തള്ളിക്കളയാനും ആവില്ല. അത് BJP നേതാവ് കണ്ടത് ജയരാജനെ BJP-യിലേക്ക് ക്ഷണിക്കാനും ആ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനങ്ങളെക്കുറിച്ച്, അധികാരങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വന്നതെന്ന് BJP-യുടെ മറ്റൊരു നേതാവ്, ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് വളരെയധികം വിമർശനപരമായി ഉയർന്നു വന്നിരിക്കുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു സന്ദർശനവും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവാദങ്ങളുമെല്ലാം തെരഞ്ഞെടുപ്പിനെ വളരെ കാര്യമായി ബാധിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്ന് പറയുമ്പോൾ, അതും CPIM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്ന് പറയുന്നത് വളരെയധികം ആദർശശുദ്ധിയും സ്വഭാവശുദ്ധിയും സംഘടനാ പാഠവും എല്ലാം തികഞ്ഞ വ്യക്തികളായിരിക്കണം. ഇതിനു മുമ്പ് CPIM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദ്യത്തെ കൺവീനർ ശ്രീ അഴീക്കോടൻ രാഘവന് ശേഷം വന്നിട്ടുള്ള ശ്രീ VS അച്യുതാനന്ദൻ, ശ്രീ PV കുഞ്ഞിക്കണ്ണൻ, ശ്രീ MM ലോറൻസ്, തുടങ്ങിയവർ, ഇങ്ങോട്ട് A വിജയരാഘവൻ, തൊട്ടിങ്ങോട്ട് എടുത്തു നോക്കിയാൽ അവരെല്ലാം തന്നെയും വളരെ ആദർശശുദ്ധി ഉള്ളവരായിരുന്നുവെന്നും ജനങ്ങളുടെ ഇടയിൽ വളരെയധികം മതിപ്പ് ഉള്ളവരായിരുന്നുവെന്നും വ്യക്തമാവും. AKG നേതൃത്വം കൊടുത്ത AKG-യും EMS-ഉം CH കണാരനുമെല്ലാം നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പുതിയ തലമുറയിൽപ്പെട്ടവരെ കുറിച്ചാണ് ഇത്തരം വിമർശനപരമായ വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. AKG-യിൽ നിന്നും EP-യിലേക്ക് വരുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വരുന്നത്
ഒരിക്കലും ആരോഗ്യകരമല്ല. അത് എവിടേക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് മുളയിലെ നുള്ളുകയും ഇത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ അത് വെച്ചുപുറപ്പിക്കുകയോ ചെയ്യാതിരിക്കുകയുമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധർമ്മം, ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാം. അത് താഴേക്കിടയിലേക്ക്, അത് കേന്ദ്ര നേതൃത്വം വിട്ട്, സംസ്ഥാന നേതൃത്വം വിട്ട്, ജില്ലാ നേതൃത്വം വിട്ട്, ഏരിയ നേതൃത്വം വിട്ട് ലോക്കൽ നേതൃത്വത്തിലേക്കും ബ്രാഞ്ചുകളിലേക്കും കടന്നു വരാം. അതുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി അത് ഇപ്പോഴേ മുളയിലെ നുള്ളിക്കളയേണ്ടത് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആവശ്യമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കേരളീയ ദർശന്റെ പത്രാധിപർ പ്രതികരിക്കുന്നു എന്ന വിഷയം ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.